ഞാൻ സിജുവേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന തരം വേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജുവിന്റെ മനസ്സിലിപ്പോ എന്തും പറയാൻ പോണേ പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്ന ഇവര് നമ്മള് സിജുവേട്ടനെ എനിക്ക് കാണാൻ പേഴ്സണലി കാണാൻ ഇഷ്ടമുള്ള സിജുവേട്ടന്റെ ഒരു സാധനം എന്ന് വെച്ചാൽ അസാധ്യമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ആളാണ്. വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഹ്യൂമർ ചെയ്യാൻ ഇതുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ആക്ഷൻ ചെയ്യും, ഫൈറ്റ് ചെയ്യും, ഈ പറഞ്ഞ പോലെ എല്ലാം കേപ്പബിൾ ആണ്. പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ പ്രേമത്തിലുള്ള അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു വേർഷന്റെ പിന്നീട് അങ്ങനെ ഒരു സാധനം ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് ഡെലിബറേറ്റ് ആയിട്ട് ഇനി ഞാൻ കോമഡി വേണ്ട അല്ലെങ്കിൽ അത്തരം ഇന്നു മുതൽ അല്ല പിന്നെ അങ്ങോട്ട് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ തന്നെ വന്നത് ആക്ഷൻ പീരീഡ് സിനിമകൾ പീരീഡ് അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇനി വരുന്ന വലിയ പീരീഡ് സിനിമകളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്ന് തിരിച്ചു വരും? അല്ല ഈ പറയുന്നത് ഹ്യൂമർ എന്ന് പറയുന്നത് എന്താ പറയാ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. കുറച്ചും കൂടി പറഞ്ഞ പോലെ വർക്കൗട്ട് ആവണമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഏതാണ് വർക്കാവണേ ഏതാണ് വർക്കാവാണ്ടിരിക്കുക അതൊന്നും മനസ്സിലാവില്ല. പണ്ടത്തെ പോലെ നമുക്കൊരു സ്ലാപ്സ്റ്റിക് പരിപാടികളൊന്നും ഇപ്പം അത്രയും വർക്കല്ല. ഇപ്പോൾ സിറ്റുവേഷണൽ ഹ്യൂമേഴ്സ് വർക്കാണ്. പക്ഷെ അതുപോലത്തെ കഥാപാത്രങ്ങൾ അതുപോലത്തെ സിനിമകളും വന്നല്ലോ. മനസ്സിലായി? അതിപ്പോൾ ഹോൾ ആ ക്യാരക്ടർ മാത്രം വർക്കായിട്ട് കാര്യമില്ല, ഹോൾ സിനിമയും കൂടി വർക്കായാലാണ് ആ ക്യാരക്ടർ കൊണ്ടും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലത്തെ കഥാപാത്രങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നേരത്തെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, അതായത് എൻ്റെ അടുത്ത് ഒരു ടീം ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, നിങ്ങൾ എൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ കൺട്രോളറുടെ അടുത്തോ അവരടുത്ത് ചോദിച്ചു പറഞ്ഞു, പുള്ളി ഇപ്പോൾ അങ്ങനെ ക്യാരക്ടറൊന്നും ചെയ്യുന്നില്ല, നായകൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തോ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ, ഞാൻ വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. അങ്ങനെ കുറേ പേര് കട്ട് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്, ഞാനത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ ഇപ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള 2 ഡയലോഗ് മാത്രമുള്ള സീനിൽ നിന്ന് വന്ന ആളാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രേമമായിക്കോട്ടെ, ഹാപ്പി വെഡ്ഡിങ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ വരണ ആവശ്യമുണ്ട്, വരണ ആവശ്യമുണ്ട്. ഇതിലൊക്കെ 2 സീൻ അല്ലെങ്കിൽ 3 സീൻ ലവ് ആക്ഷൻ ഡ്രാമയിൽ എന്താ കൊടുക്കാൻ തരൂ, ഹ്യൂമർ തരൂ, ചെയ്യാം. അല്ല അതില് ഓൾറെഡി ഞാൻ മറ്റേ ആശാനൻ മറ്റേ ആത്മബന്ധം ഉണ്ടല്ലോ, ആത്മബന്ധുവിനെ അതിനകത്ത് ചേർത്തു.